നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ പോക്സോ അതിജീവിതയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് വരുന്ന മൊഴികളെല്ലാം തന്നെ അതിക്രൂരമായിട്ടാണ് ഈ ഒരു പ്രതി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ്. വീട്ടിൽ പെൺകുട്ടിയെ അവശ്യനിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വരികയാണ്. അറസ്റ്റിലായ തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. അനൂപ് സംശയരോഗിയായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. ഒരു വർഷമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു. പെൺകുട്ടി മറ്റു സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് അനൂപിന് ഇഷ്ടമായിരുന്നില്ല. ഇതിൽ ശനിയാഴ്ചയും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അതാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് കാരണമായതെന്നാണ് നിഗമനം. ശനിയാഴ്ച രാത്രി 10:10 പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അനൂപ് ഞായറാഴ്ച പുലർച്ചെ 4:00 മടങ്ങിയത്. ഒരുപക്ഷെ ആ സമയം അത്രയും പെൺകുട്ടിയോട് അതിക്രൂരമായിട്ടായിരിക്കും പ്രതി പെരുമാറിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഠിനകുളത്ത് ആതിരയെ കൊലപ്പെടുത്തിയ സംഭവത്തിലും ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രം പരിചയമുള്ള ജോൺസൺ എന്ന് പറയുന്ന പ്രതിയാണ്. അത് തന്നെയാണ് ഇവിടെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ ഒരു പെൺകുട്ടിക്ക് ഈ പറയുന്ന പ്രതി അനൂപിനെ പരിചയമുള്ളത്. അന്ന് സംഭവം നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷമാണ് പെൺകുട്ടിയെ അവശ്യനിലയിൽ വീട്ടിലെ കട്ടിലിൽ അർദ്ധനഗ്നയായി കണ്ടെത്തിയത്. പെൺകുട്ടി ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. ഇതുവരെയായിട്ടും കുട്ടിക്ക് ബോധം വന്നിട്ടില്ല. സംഭവ സമയം ആ കുട്ടിയുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അനൂപ് പെൺകുട്ടിയെ തന്റെ മുന്നിലിട്ട് മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് മാതാവ് പോലീസിനോട് പറഞ്ഞു. തന്നെയും മർദ്ദിച്ചിരുന്നതായി അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയിൽ പതിവായി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന അനൂപിനെ നേരത്തെ നാട്ടുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇയാൾ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് 20ഓളം കുടുംബങ്ങൾ ചോറ്റാനിക്കര പോലീസിൽ പരാതി നൽകിയിരുന്നു. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തിയ താൻ മദ്യപിച്ചിരുന്നതായി അനൂപ് പോലീസിനോട് പറഞ്ഞു. പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം മർദ്ദിച്ചെന്നും അനൂപ് മൊഴി നൽകിയിട്ടുണ്ട്. ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയെ താൻ കയറ് മുറിച്ച് രക്ഷപ്പെടുത്തിയെന്നും മരിച്ചെന്ന് കരുതിയാണ് രക്ഷപ്പെട്ടതെന്നും പ്രതി പറഞ്ഞു. മറ്റൊരാളുമായി പെൺകുട്ടിക്ക് ബന്ധമുണ്ടെന്ന സംശയത്തിലായിരുന്നു ഉപദ്രവം. പെൺകുട്ടിയുടെ വീട്ടിലെത്തുമ്പോൾ അനൂപ് ലഹരി ഉപയോഗിച്ചിരുന്നില്ല. പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കിയിരുന്നതായും പ്രതി പോലീസിന് മൊഴി നൽകിയതായാണ് റിപ്പോർട്ട്. അതേസമയം മർദ്ദനത്തിനൊടുവിൽ അനൂപ് പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചുവെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ പ്രതി നൽകിയ മൊഴി മറിച്ചാണ്. തർക്കത്തെ തുടർന്ന് പെൺകുട്ടി സ്വയം ഷാൾ ഉപയോഗിച്ച് കഴുത്തിന് കുരുക്കിടുകയായിരുന്നുവെന്നാണ് അനൂപ് പോലീസിനോട് പറഞ്ഞത്. ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. കഴുത്തിൽ ഷാൾ മുറുകിയതിനെ തുടർന്നുണ്ടായ പരിക്കുകളാണ് പെൺകുട്ടിയുടെ നില വഷളാക്കിയത്. കൂടാതെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തല ശക്തമായിട്ട് ചുവരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കട്ടിയുള്ള എവിടെയെങ്കിലും പിടിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പെൺകുട്ടിയെ മർദ്ദിച്ചു എന്നും ഇതേ തുടർന്ന് പെൺകുട്ടി ഷാൾ കഴുത്തിൽ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പ്രതിയുടെ മൊഴി. ഷാൾ ഉപയോഗിച്ച് തൂങ്ങിയ പെൺകുട്ടിയെ അനൂപ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചു. സാധിക്കാതെ വന്നതോടെ അടുക്കളയിൽ പോയി കത്തി എടുത്തു കൊണ്ടുവന്ന് ഷാൾ മുറിച്ചു. താഴേക്ക് വീണ പെൺകുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചതോടെ അനൂപ് വായും മൂക്കും പൊത്തിപ്പിടിക്കുകയായിരുന്നു. ഇത് പെൺകുട്ടിയുടെ നില വഷളാവാൻ കാരണമായെന്നാണ് വിവരം. പെൺകുട്ടിയെ ഫോണിൽ വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് ആയതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് വിവരം. അതേസമയം പെൺകുട്ടിയുടെ വീട്ടിൽ പ്രതിയെ എത്തിച്ച സുഹൃത്തുക്കളുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രതിയെ ഇന്ന് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ ഉറുമ്പരിച്ച നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംശയരോഗത്തെ തുടർന്നാണ് ആൺസുഹൃത്തായ അനൂപ് പെൺകുട്ടിയെ ആക്രമിച്ചത്. പെൺകുട്ടി മരിച്ചെന്ന് കരുതിയാണ് പ്രതി സ്ഥലത്ത് നിന്ന് പോയത്. എന്നാൽ അപ്പോഴേക്കും ആ വഴി വന്നിട്ടുണ്ടായിരുന്ന ഒരു ബന്ധുവാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടി അബോധാവസ്ഥയിൽ അവിടെ കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതും അതിനുശേഷമാണ് പ്രതിയെ പോലീസ് അന്വേഷണത്തിൽ പിടിയിലായത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പെൺകുട്ടിയുടെ സ്ഥിതിയും അതീവ ഗുരുതരമായി തന്നെയാണ് തുടരുന്നത്. ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പെൺകുട്ടി ചികിത്സയിലാണ്. പെൺകുട്ടിക്ക് ബോധം വന്നതിന് ശേഷം മാത്രമേ പെൺകുട്ടിയുടെ മൊഴി എടുക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ അതിനും സാധിച്ചിട്ടില്ല.